السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ആദരണീയരായ ഉലമാക്കളെ, ശ്രോതാക്കളെ, ഭക്ഷണം കഴിക്കേണ്ട രൂപവും അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ നമുക്ക് വളരെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെ വിശദമായി പറയുകയാണെങ്കിൽ ദിവസങ്ങളോളം ക്ലാസ് നീണ്ടുപോകും. ഇന്ന് നമ്മുടെ വിഷയം പാനീയം, കുടിക്കലിനെ പറ്റിയാണ്. അത് എങ്ങനെയാണ്, അതിൻ്റെ രൂപം എങ്ങനെയാണ്, എങ്ങനെ കുടിച്ചാലാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാകുക, എങ്ങനെ കുടിച്ചാലാണ് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതാണ്. അതിനു മുമ്പായി ഇതിനെ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളും ഒന്ന് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു. പലതവണ ഞാൻ ആദ്യകാലത്ത് പറഞ്ഞു, പക്ഷെ അങ്ങനെ കാണുന്നില്ല. അതൊന്ന് നിങ്ങളങ്ങനെ ചെയ്യണം. കാരണം ഈ ദൈവത്തെത്തിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ് അതിൻ്റെ ബേക്കിലുള്ളത്. പിന്നീട് നമുക്ക് ഈ വിഷയങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്യുകയാണെങ്കിൽ ധാരാളമുണ്ട്. അത് ഈ ക്ലാസ്സിൽ, ഓൺലൈൻ ക്ലാസ് 10 മിനിറ്റിൽ ഒതുങ്ങണം. അതുകൊണ്ടാണ് അത് പറ്റാത്തത്. വളരെ ചുരുക്കിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അതായത് നമ്മുടെ ഇന്നത്തെ വിഷയം എങ്ങനെയാണ് കുടിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് വെള്ളവും മറ്റുള്ള ഫ്ലൂയിഡുകളൊക്കെ കുടിച്ചിരുന്നത് എന്നുള്ളതാണ് വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടിക്കുന്ന സമയത്ത് 3 സിപ്പായിട്ടായിരുന്നു കുടിച്ചത്, 3 മുറുക്കായിട്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു, ഇതാണ് ഏറ്റവും ഈ കുടിക്കാൻ ടേസ്റ്റ് ഉള്ളതും അതേപോലെ തന്നെ നമ്മുടെ രോഗങ്ങളെ സുഖപ്പെടുത്തുന്നതും ഇതാണ് എന്ന് മാത്രമല്ല, നമ്മുടെ ദാഹത്തെ ശമിപ്പിക്കുന്നതും ഇങ്ങനെ സിപ്പായിട്ട്, മുറുക്കായിട്ട്, മുക്കുളിയായിട്ട് കുടിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു. നിന്ന് കുടിക്കുന്നതിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓൺ ചെയ്ത്, അതായത് അങ്ങനെ കുടിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വട്ടകം കുടിക്കും പോലെ ഒരടിക്ക് കുടിക്കരുത്, 2-3 സിപ്പായിട്ട്, മുറുക്കായിട്ട് കുടിക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹദീസുകൾ വായിക്കാൻ സമയമില്ല. ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ കാര്യങ്ങൾ. ഇന്ന് ശാസ്ത്രജ്ഞന്മാർ ഇതിനെപ്പറ്റി പറഞ്ഞത്, വിദഗ്ധരൊക്കെ പറഞ്ഞത്, 8 reasons you should never drink water while standing എന്നാണ്. 8 കാരണം കൊണ്ട് എന്തുകൊണ്ടും നീ നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുത് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളും രോഗങ്ങളും നിന്നുകൊണ്ട് വെള്ളം കുടിച്ചാൽ ഉണ്ടാകുന്നു എന്ന് അതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടി കൽപ്പിച്ചു, മുറുക്കായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയും കൽപ്പിച്ചു. ഇന്ന് ശാസ്ത്രജ്ഞന്മാർ എന്തൊക്കെ പറയുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ നിന്നുകൊണ്ട് ആരെങ്കിലും വെള്ളം കുടിച്ചാൽ എന്താ സംഭവിക്കുക? ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അവന് ആർത്രൈറ്റിസ്, അതായത് സന്ധിവേദന, അവന്റെ ഓരോ ജോയിന്റുകളില് വേദനകൾ ഉണ്ടാകും. ചിലപ്പോ പെട്ടെന്നുണ്ടായില്ല എങ്കിലും ഇൻ ലേറ്റർ ലൈഫ് എന്നാ പറഞ്ഞ, പിന്നീട് പ്രായം കൂടുമ്പോഴേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളം ഉണ്ടാകും. കാരണം നമ്മുടെ ശരീരത്തിൽ ഈ ഫ്ലൂയിഡിന്റെ, ദ്രാവകത്തിന്റെ ഒരു ബാലൻസ് ഉണ്ട്, ഒരു സമനില. അത് തെറ്റിക്കും, അത് തെറ്റാൻ പാടില്ല. എന്നാൽ പിന്നെ ഈ ഫ്ലൂയിഡുകളൊക്കെ പോയിട്ട് നമ്മുടെ ഓരോ ജോയിന്റുകളിൽ, സന്ധികളിൽ പോയിട്ട് അവിടെ അക്യുമുലേറ്റ് ചെയ്യും, കുന്നുകൂടും.
എന്നിട്ട് അത് പിന്നെ ആർത്രൈറ്റിസിലേക്ക് കൂട്ടുന്ന പറഞ്ഞത്. അതായത് സന്ധിവേദനകൾ ഉണ്ടാകും. ഇന്ന് സന്ധിവേദനകൾ ധാരാളം നാം കണ്ടുവരുന്നു. എല്ലാ ജോയിന്റുകളിലും, പ്രത്യേകിച്ച് മുട്ടുകള്, ഊരകള്, ഇങ്ങനെ എല്ലാം വേദനകള്. സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കുടിച്ചതുപോലെ കുടിച്ചാൽ നമുക്ക് രോഗങ്ങളില്ല, തീർച്ച തന്നെ. ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, നിന്ന് കുടിക്കുമ്പോഴേക്ക് ഈ വെള്ളം നമുക്ക് വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മുടെ വയറ്റിൽ എത്തുന്നത്. അതുകൊണ്ട് ഈ വയറ്റിനൊരു ആഘാതം ഉണ്ടാകുന്ന, ഒരു ഷോക്ക് ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ ദഹന പ്രക്രിയക്ക് ഒരു ലോങ് ടൈമുള്ള, അതിന്റെ സിസ്റ്റമിന് ഒരു ലോങ് ടൈമായ ഡാമേജുകൾ ഉണ്ടാകുന്നു. ഇവിടെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമിന് പിന്നെ നേരെ ദഹിക്കുന്നില്ല, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. വയറ്റിന് ഒരുപാട് ഹാംസുകൾ, കുറവുകൾ അതുമൂലം വരുന്നു. നമ്മുടെ ഗാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്ട് ഉണ്ട് വയറ്റിന്റെ അകത്ത്, അതിനൊക്കെ തകരാറുകളും ഡാമേജുകളും ഉണ്ടാകുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് തന്നെയാണ് പറഞ്ഞത്, കുടിക്കരുത് എന്ന്. ഓരോന്നും വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല. എങ്കിലും ഒരൊറ്റ വാക്കിലുണ്ട് ഒരു സയന്റിഫിക് ലോകം തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നഹു അർവാ, അത് സിപ്പ് സിപ്പായിട്ട് മുറുക്കായിട്ട് കുടിക്കല് ദഹനത്തെ അത് ദാഹത്തെ അത് ശമിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അതാണ് ടേസ്റ്റ്, അത് രോഗങ്ങളെ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. ഇനി ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, നിന്ന് കുടിച്ചാൽ യു വിൽ റിമെയിൻ തേഴ്സ്റ്റി വിൽ നോട്ട് ക്രഞ്ച് ബൈ സ്റ്റാൻഡിങ്. നിന്ന് കുടിക്കുന്നത് കൊണ്ട് ഒരിക്കലും ദാഹം തീരൂല. അപ്പേക്ക് അവര് പറയുന്നതാ, ഇറ്റ് ഈസ് ബെറ്റർ ടു സിറ്റ് ആൻഡ് സ്മോൾ സിപ്സ് ടു ട്രൂലി ക്വഞ്ച് യുവർ തേഴ്സ്റ്റ്. നീ ഇരുന്ന് കൊണ്ട് മുറുക്കായിട്ട് സാവകാശം കുടിക്കണം, എന്നാലേ അതിന്റെ മുറ പോലെ നിന്റെ ആരോഗ്യത്തിനെ അത് സംരക്ഷിക്കുകയുള്ളൂ എന്ന്. പിന്നെ എന്ന് മാത്രമല്ല, എപ്പോഴും ഇൻഡൈജഷൻ, നിന്ന് കുടിക്കുന്നത് കൊണ്ട് ഇൻഡൈജഷൻ ഉണ്ടാകും, ദഹിക്കൂല എപ്പോഴേക്കും, പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകും, വിശക്കൂല, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇത് മുഖേന ഉണ്ടാകും. ഇരുന്ന് കുടിക്കുമ്പോഴേക്ക് നമ്മുടെ എല്ലാ മസിലുകളും, നമ്മുടെ ഏറ്റവും വലിയ ഈ നെർവസ് സിസ്റ്റം ഉണ്ടല്ലോ, നെർവ് സിസ്റ്റംസ്, അതൊക്കെ നല്ലോണം റിലാക്സസ് ആവും, അതിനൊരു ആശ്വാസം കിട്ടും. നമ്മുടെ ഏറ്റവും വലിയൊരു സിസ്റ്റമാണല്ലോ ശരീരത്തിൽ ഞരമ്പ്. ഏകദേശം അതിനെ നീട്ടി നിവർത്തി, അതായത് നീള വെച്ചാല് 100,000-ഓളം കിലോമീറ്റേഴ്സ് ഉണ്ട് എന്നല്ലേ ഞാൻ മുമ്പ് പറഞ്ഞത്. അത് വലിയ സിസ്റ്റമാണ്. അതിന് ഒരു ആശ്വാസം കിട്ടും ഇരുന്ന് കുടിക്കുന്നത് കൊണ്ട്, ഒരിക്കലും നിന്ന് കുടിക്കുന്നത് കൊണ്ട് കിട്ടൂല. പിന്നെ നമ്മുടെ മനസ്സിനും നമ്മുടെ മസിലിനും ആശ്വാസം കിട്ടും. ഇല്ലെങ്കിലാണ് ഇപ്പോ ഞരമ്പുകളുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ മസിലുകളുടെ ഏറ്റവും പ്രശ്നങ്ങൾ, മസിൽ കോച്ചലും പല പ്രശ്നങ്ങളും. അപ്പൊ എന്താ, നമ്മുടെ ഈ തിരുസുന്നത്തുകളെ നാം ഉപേക്ഷിക്കുന്നു. നാം എന്ന് പറഞ്ഞാൽ എല്ലാവരും അല്ല, പലരും അതിനെ അശ്രദ്ധരാകുന്നു അതിനെപ്പറ്റി. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ചറിയ മുറുകെ പിടിച്ചാൽ നമുക്കിവിടെ രോഗങ്ങളില്ല, വിഷമങ്ങളില്ല, വ്യസനങ്ങളില്ല, ശാരീരിക മാനസികമായ യാതൊരു ബുദ്ധിമുട്ടുകളും നമുക്ക് ഇല്ല. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിനെയും തിരുഹദീസുകളെയും മുറുകെ പിടിച്ച് വളരെ ശാന്തിയോടെ സർവ്വജനങ്ങൾക്കും നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.